അതെ, ഈ വിശ്വാസ പ്രമാണത്തിലെ കത്തോലിക്കാ സഭയുടെ 12 വിശ്വാസ സത്യങ്ങളാണ് നമ്മൾ ഏറ്റുപറയുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? നമുക്ക് അതൊന്ന് മനസ്സിലാക്കിയാലോ? പിതാവിലുള്ള വിശ്വാസം, പുത്രനുള്ള വിശ്വാസം, ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, രണ്ടാം വരവ്, പരിശുദ്ധാത്മാവുള്ള വിശ്വാസം, തിരുസഭയിലുള്ള വിശ്വാസം, കൂദാശകളുടെ വിശ്വാസം, ശരീരങ്ങളുടെ ഉയർപ്പ്, നിത്യജീവൻ. അങ്ങനെ ഈ 12 എണ്ണത്തെ ഒന്നാമത്തേത് പിതാവിനെക്കുറിച്ചും 2 മുതൽ 7 വരെ പുത്രനെക്കുറിച്ചും, 8-ാമത്തേത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും, 9-ഉം 10-ഉം തിരുസഭയെക്കുറിച്ചും, 11-ഉം 12-ഉം നിത്യജീവനെക്കുറിച്ചുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ ഈ 12 വിശ്വാസ സത്യങ്ങളെ 5ആയിട്ട് ചുരുക്കി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തിരുസഭ, നിത്യജീവൻ. അങ്ങനെ ഈ 5 എണ്ണത്തെ ചുരുക്കിയത് വീണ്ടും അദ്ദേഹം 3ആയിട്ട് ചുരുക്കി എളുപ്പമാക്കി മനസ്സിലാക്കാൻ തന്നു. പരിശുദ്ധ ത്രിത്വം, തിരുസഭ, നിത്യജീവൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അംഗീകരിക്കാതിരിക്കുകയോ ഏറ്റുപറയാതിരിക്കുകയോ ചെയ്താൽ നമ്മൾ കത്തോലിക്ക വിശ്വാസികളല്ലാതായിട്ട് മാറും.